എന്താണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റും കാറ്റഗറി റാങ്ക് ലിസ്റ്റും? ടീമിൻ്റെ കേരള റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന സംശയമാണ്, എൻ്റെ കാറ്റഗറി റാങ്ക് 180 സർ, എനിക്ക് 456 മാർക്കുണ്ട്, അല്ലെങ്കിൽ 516 മാർക്കുണ്ട്, എനിക്കൊരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മെസ്സേജുകളും കോളുകളും ലഭിക്കുകയുണ്ടായി. എന്താണ് ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റും എന്താണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ കിട്ടും. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല അഡ്മിഷൻ ലഭിക്കുന്നത്, നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 513 മാർക്കുള്ള കുട്ടിക്ക് കിട്ടി, എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്ന റാങ്ക് ആണോ ഏറെക്കുറെ ആ റാങ്കിനോട് സാമ്യമായിട്ടുള്ള റാങ്ക് ആണെങ്കിൽ മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം, ഏറെക്കുറെയൊക്കെ ഉള്ളതാണെങ്കിൽ പ്രതീക്ഷിക്കാം. ഇനി കുറച്ചും കൂടി താഴെ റാങ്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് കിട്ടുന്ന ഉറപ്പിക്കുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെ കേരള റാങ്ക് 2115 നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഞാനൊരു OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ MU എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റാണ് സങ്കല്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാറ്റഗറി റാങ്ക് ഒരു 128 എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ 2000 പേര് എക്സാമിനേഷൻ എഴുതിയപ്പോൾ അതിൽ 128ാമത്തെ MU കാറ്റഗറിയിൽ വരുന്ന കുട്ടിയാണ് ഞാൻ. അതായത് ഈ കാറ്റഗറി റാങ്ക് അവിടെ പരിഗണിക്കുന്നതല്ല, നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ് പരിഗണിക്കുന്നത്. അപ്പോൾ 50% സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റിലേക്കും ബാക്കി 50% സീറ്റുകൾ റിസർവേഷൻ സീറ്റുകളായിരിക്കും. ആ 50% സീറ്റുകളിൽ വരുന്ന MU കാറ്റഗറിയിലുള്ള റിസർവ്ഡ് സീറ്റിലേക്ക് എനിക്ക് കിട്ടാനുള്ള ഒരു സാധ്യത എൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് പരിഗണിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 2000 കുട്ടികൾ വന്നപ്പോൾ ഒരു 100 സംതിങ് ഞാൻ വെച്ചെങ്കിൽ ആകെ ഒരു 100 സംതിങ് സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 50 സീറ്റാണ് MUവിന് റിസർവ്ഡ് സീറ്റ് ഉള്ളതെങ്കിൽ ആദ്യ റാങ്കുകളിൽ MU കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് ഞാൻ. അതിൽ MU കാറ്റഗറിയിൽ 10 റാങ്ക് വരെ വരുന്ന ഒരു വിദ്യാർത്ഥി, അതായത് അവരുടെ കാറ്റഗറി റാങ്ക് 10 ആണെങ്കിലും അവരൊരു പക്ഷേ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് MU വിഭാഗത്തിലല്ല, അവർ സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിൽ തന്നെ പോയേക്കാം. അപ്പോൾ പിന്നീട് വരുന്ന 50% റിസർവേഷനിലേക്ക് ഈ 11ാമത്തെ കുട്ടിയെ ഒന്നായിട്ടായിരിക്കും കൗണ്ട് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവും, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അതായത് ആദ്യം വരുന്ന കുട്ടികളെ ആദ്യത്തെ 500 സീറ്റിലേക്ക് എടുക്കുന്ന കുട്ടികളെ സങ്കല്പിക്കുക. അവിടെ അവർ SC ST OBC ഒക്കെ ആണെങ്കിലും ആ റാങ്കിനുള്ള അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അതിനുശേഷം വരുന്ന കാറ്റഗറിയിൽ ആ റാങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാൻ സാധ്യത ഇല്ലാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ കിട്ടുന്നില്ല, പക്ഷേ ആ കുട്ടിക്ക് ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന റിസർവേഷനിലാണ് കാറ്റഗറി റാങ്ക് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് കാറ്റഗറി റാങ്ക് കൂടെ നോക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഒരു 800 ജനറൽ റാങ്കുള്ള ഒരു കുട്ടി, ഒരു 800 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുള്ള ഒരു കുട്ടിയാണ് പോയിരിക്കുന്നത് സങ്കല്പിക്കുക. അപ്പോൾ ഒരു MUവിൽ 800ാമത്തെ റാങ്കാണ് പോയിരിക്കുന്നതെങ്കിൽ ആ 800ാമത്തെ റാങ്കിന്റെ കാറ്റഗറി റാങ്ക് 50 ആണെങ്കിൽ നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് 51ാമത്തെ കാറ്റഗറി റാങ്കാർക്ക് കിട്ടുമെന്നുള്ളത്. ഇതാണ് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നോക്കേണ്ടത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. എത്രാമത്തെ ആ കാറ്റഗറിയിൽ പെട്ട കുട്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു കൗണ്ട് മാത്രമാണ് കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. സോ ഈ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് തീർന്നെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.